ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വന്നിട്ട് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ്. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഒരു ഡീറ്റെയിൽസ്, ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ട് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് അത്യാവശ്യം വളരെ മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷാണ്, അധികം ഫോമിങ് ഇല്ല. അതുപോലെ നമുക്ക് എന്താ പറയുക, എവിടെയും ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫേസ് വാഷ് ആയാലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫോം ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര റഷ് ആവാൻ പാകത്തിനുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യാതെ വളരെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷസ് നമ്മൾ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെറം ആണ്. എൻ്റെ സെറം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലിസ്റ്റിൻ്റെ തന്നെ 10% നയസനമായിട്ടുള്ള സെറമാണ്. ഇത് നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ബിഫോറും ആഫ്റ്റർ ഒരു ഫോട്ടോ ഞാനിവിടെ താഴെ കാണിക്കാം. ഇതും നല്ല മൈൽഡാണ്, നമുക്ക് സ്കിന്നിൽ പെട്ടെന്ന് ഒബ്സർവ് ആവും, ഇങ്ങനെ ഗ്രീസി ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് അങ്ങനെ ഒരു സെറം ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. മൂന്നാമതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സെറം, അത് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നൊരു സെറം അല്ല, വീക്കിലി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് മിനിമലിസ്റ്റിൻ്റെ തന്നെ ആൽഫാ ബ്യൂട്ടിനുള്ള 0.2%. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മിനിമലിസ്റ്റിൻ്റെ ഒരു പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം കുറേയൊക്കെ ചേഞ്ചസിൽ സ്കിന്നിലെ ചേഞ്ചസ് വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആവുക, അതുപോലെ സ്കിന്ന് കുറച്ചും കൂടെ ലൈറ്റ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത് മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. വളരെ നല്ല പ്രൊഡക്ട്സ് ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങളുടെ സ്കിൻ ടോണും അങ്ങനത്തെ നിങ്ങളുടെ സ്കിന്ന് ഏതാണോ സ്കിന്ന് നോക്കി മാത്രം യൂസ് ചെയ്യുക. ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്നും മേടിച്ച് ഉപയോഗിക്കണമെന്ന് പറയില്ല, കാരണം ഓരോരുത്തരുടെ അഫോർഡബിലിറ്റിയും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. നാലാമത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അക്വലോജിക്കയുടെ ഈ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകും, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ അഞ്ചാമത്തെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മിനിമലിസ്റ്റിൻ്റെ SPF ഉള്ള സൺസ്ക്രീന്. ഇതിനകത്ത് SPF PA+++ ഉണ്ട്, SPF 50 ആണ് വരുന്നത്. വളരെ ഒരു ഇതും ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്കങ്ങനെ എന്താ പറയുക, വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല. എസ്പെഷ്യലി ഇപ്പോൾ നമ്മളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും വൈറ്റ് കാസ്റ്റ് ഉണ്ട്, അങ്ങനെ ആയിരിക്കും എല്ലാവരും പേടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അധികം വൈറ്റ് കാസ്റ്റ് ഇല്ല. ഇതൊക്കെയാണ് ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.